രാവിലെ തന്നെ തുണി തിരുമ്പാൻ വേണ്ടിയിട്ട് ഡ്രമ്മിൻ്റെ അടുത്തേക്ക് വന്നാണ് കേട്ടോ. ഡ്രമ്മിൽ നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളമില്ല. അങ്ങനെ ഞാൻ മോട്ടർ ഇട്ടു. കുറച്ച് നേരം മോട്ടർ ഓണായിട്ട് പിന്നെ അങ്ങനെ ഓഫായിട്ടോ. ആദ്യം ഞാൻ വെച്ച് പൈപ്പിൻ്റെ എന്തെങ്കിലും കേടാൻ വേണ്ടി പൈപ്പിൻ്റെ തൊട്ടും തടവയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് കറണ്ട് പോയിരിക്കുകയെന്ന് കേട്ടോ. അങ്ങനെ എന്തായാലും വീട്ടിലത്തെ കുറച്ച് ജോലികളൊക്കെ വേഗം തീർക്കാമെന്ന് വേണ്ടിയിട്ട് നിന്നു. കറണ്ട് പോയിക്കാൻ അല്ലെങ്കിൽ ഫോണിൽ കളിച്ചൊക്കെ ഇങ്ങനെ സമയം കളയും. അങ്ങനെ ഇതാ മുറ്റം അടിച്ചു വരാൻ തുടങ്ങി കേട്ടോ. മുറ്റമൊക്കെ അടിച്ചു വാരി പിന്നെ അവിടുത്തെ കുറച്ചൊക്കെ അടുക്കി പെറുക്കി വെക്കുക. ഓലയൊക്കെ അങ്ങനെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. മഴ പെയ്തൊക്കെ നനയും വേണ്ടിട്ട് ഒരു സൈഡിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. ഇനി ഒഴിവ് കിട്ടിയിട്ട് വേണം അതൊക്കെ വെട്ടി വെക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ വീടൊന്നും ഉള്ളൊന്നൊക്കെ ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ കുറച്ച് നേരം റീൽസൊക്കെ കണ്ടിട്ട് ഇരിക്കാന്നുണ്ട് ഫോൺ നോക്കിയിരുന്നു കേട്ടോ. എന്നിട്ടും സമയം ഇങ്ങനെ പോണില്ല. കാരണം ഭയങ്കര ചൂടും പിന്നെ ഓരോ പണി തിരുമ്പാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് വന്നതെന്നൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ എന്തായാലും വിചാരിച്ചു ഇനിയിപ്പോൾ കറണ്ട് വരുന്ന ലക്ഷണമൊന്നും കാണാനില്ല. അപ്പോൾ കുറച്ച് നേരം ഉമ്മാൻ്റെ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. സമയം പോണത് അറിയില്ല കേട്ടോ. നല്ല രസമാണ് ഉമ്മാൻ്റെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ. അങ്ങനെ ഇതാ അവിടെ പോയപ്പോഴേ അറിഞ്ഞു കേട്ടോ കറണ്ട് വന്നിരിക്കണു. അപ്പോൾ അത് കണ്ട ഉടനെ ഞാൻ വീട്ടിലേക്ക് ഓടി. ഞാനിനി എന്തെങ്കിലും സ്വിച്ച് എന്തെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടോ, മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ആണോ എന്നൊക്കെ പേടിച്ചിട്ട് വേഗം ഓടുകയാണ് കേട്ടോ. എന്തായാലും അതൊക്കെ ഓഫ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വേഗം പോയതാണ്. വന്ന് നോക്കുമ്പോൾ ഇവിടെ കറണ്ട് ഇല്ല. ഞാൻ എന്നിട്ടൊരു സംശയം വെച്ചിട്ട് മീറ്റർ ബോക്സ് നോക്കിയതാണ് കേട്ടോ. അപ്പോഴാണ് കേട്ടോ ഞാൻ അങ്ങനെ സത്യം മനസ്സിലാക്കിയത് നമ്മുടെ മെയിൻ സ്വിച്ച് ഓഫായി കിടക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഓണാക്കാൻ ശ്രമിക്കുമ്പോൾ അത് അതുപോലെ തന്നെ താഴെ ഓഫാവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വയറിന് കുത്തി എന്തെങ്കിലും പ്രോബ്ലം ആണോ പറഞ്ഞിട്ട് എല്ലാം അവിടെ പോയി ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഷോക്ക് അടിച്ചു. ഇത് സത്യമാണ് കേട്ടോ. നന്നായി ഒന്ന് കിട്ടി. അപ്പോൾ അതിൽ എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ടെസ്റ്ററൊക്കെ എടുത്തിട്ട് വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അതിന് കറണ്ട് പാസ് ചെയ്യണുണ്ടോ, ലൈറ്റ് കത്തുന്നുണ്ടോ, മനസ്സിലായി ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. നമ്മുടെ മോട്ടറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും നമുക്ക് ശരിയാക്കി എടുക്കണം. അതിന് വേണ്ടി 3 സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കട്ടിംഗ് പ്ലെയറും ഒരു ടെസ്റ്ററും ഒരു സ്ക്രൂ ഡ്രൈവറും. അതെടുത്തിട്ട് നമുക്ക് എന്തായാലും ആ മോട്ടർ ഒന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. ശരിയാവും എന്നൊന്നും അറിയില്ല, എല്ലാവരും വിശ്വാസമാണ് കേട്ടോ. നമ്മൾ കടയിൽ കൊണ്ടുപോയി ശരിയാക്കണതിനെ കാട്ടി നല്ലത് നമുക്ക് പറ്റുമെന്ന് ആദ്യം നമ്മൾ ശ്രമിക്കുക. നമ്മൾ എന്തും കാര്യം നമ്മൾ ശ്രമിക്കണം കേട്ടോ. എല്ലാം നമുക്ക് അറിഞ്ഞിട്ടല്ല, എന്നാലും നമ്മുടെ അത്യാവശ്യമുള്ള വിവരമൊക്കെ വെച്ചിട്ട് നമുക്ക് പറ്റുമോ നമ്മൾ നോക്കുക. അപ്പോൾ അതേപോലെ ഞാൻ എന്തായാലും എനിക്ക് പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ കേട്ടോ. ഞാൻ ആദ്യം അതിൻ്റെ ഉള്ള സൈഡത്തെ സ്ക്രൂ ഒക്കെ അഴിച്ചെടുക്കണം. അതിൻ്റെ ബാക്കിലത്തെ കവറ് ഒന്ന് അഴിച്ചെടുക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൽ വെള്ളം കയറിയിരിക്കുന്നു സംഭവം. ഇതിൻ്റെ 2-3 ദിവസം മുന്നേ നല്ലൊരു മഴ പെയ്തു കേട്ടോ ഇവിടേക്കൊക്കെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നല്ലൊരു മഴ പെയ്തു കേട്ടോ. ഇടിയും മഴയുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ വെള്ളം കയറിയിട്ട് ഇത് കംപ്ലൈൻ്റ് ആയിരിക്കണം. അതിന് ശേഷം നമ്മൾ മോട്ടർ അങ്ങനെ ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ആ കവർ അഴിച്ചെടുത്തു കേട്ടോ. പിന്നെ അത് ആ കറങ്ങണ ഒരു ഫാന് പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിലും കുറേ സ്ക്രൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അതുപോലെ തന്നെ അഴിച്ചെടുത്തു. എന്നാലും നമുക്കതൊക്കെ കിട്ടുള്ളൂ. അത് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അഴിക്കുന്ന സ്ക്രൂ ഒക്കെ കറക്റ്റ് ഏതിൻ്റെയെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണം കേട്ടോ. മനസ്സിലാവുന്ന രീതിയിൽ ഓരോന്ന് മാറ്റി വെക്കണം കേട്ടോ. എല്ലാം കൂടി ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്കത് ശരിയായി വരില്ല. അങ്ങനെ അതൊക്കെ നല്ല അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടൈറ്റായി കിടക്കുമായിരുന്നു. പക്ഷെ നമ്മളത് ശ്രമിച്ചു, അഴിച്ചെടുത്തു. അങ്ങനെ സംഭവം കൈ കിട്ടി കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ക്രൂ ഡ്രൈവറിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അത് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ട കട്ടിംഗ് പ്ലെയറാണ് കേട്ടോ. നമുക്കിനി ഈ കട്ടിംഗ് പ്ലെയർ കൊണ്ട് ഈ കാണുന്ന സംഭവമില്ലേ, അതൊന്ന് ലൂസാക്കിയിട്ട് അതിൻ്റെ ആ നെട്ടും കൂടി ഒന്ന് അഴിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയാണ് നമുക്കിത് ആവശ്യം. അങ്ങനെ അത് അഴിച്ചെടുത്തു. എനിക്കിത് ശരിയാക്കാൻ അങ്ങനെയുള്ള കാര്യമായിട്ടൊന്നും അറിയില്ല, എന്നാലും നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഒരു ഊഹത്തിൽ ഇതൊന്ന് എല്ലാം അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ നട്ടഴിച്ചപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കറക്റ്റ് സംഭവം എവിടെ നിന്നാണ് കിട്ടി അതുപോലെ വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഓർമ്മ വെച്ചിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതെല്ലാം അഴിച്ച് കഴിഞ്ഞാൽ ആ ബോഡി മൊത്തം അഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ വെയിൽ കൊള്ളിക്കും. വെള്ളം കയറിയതാണെങ്കിൽ അത് ശരിയായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കടയിൽ കൊണ്ടുപോയിട്ട് ശരിയാക്കി എടുക്കാം. നമ്മൾ ഇതേപോലെ പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ എത്ര നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ പറ്റും അത്രത്തോളം അവർ മേടിക്കും. അപ്പോൾ അതിനേറെ നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ. അങ്ങനെ ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ഇനി മോട്ടർ ശരിയായി കഴിഞ്ഞാൽ ഈ ചെറിയ കംപ്ലൈൻ്റ് ആണോ എന്നൊക്കെ ആദ്യം നമ്മളൊന്ന് പരിശ്രമിച്ച് നോക്കിയതിന് ശേഷം മാത്രം കടയിൽ കൊണ്ടേ കൊടുക്കട്ടെ. വെറുതെ നമ്മുടെ പൈസ കളയണ്ട. എല്ലാവരും കഷ്ടപ്പെട്ടിട്ടല്ലേ പൈസ ഉണ്ടാക്കണത്. അപ്പോൾ അതും നല്ല അതിമനോഹരമായി ഞാൻ അതും ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റ് സ്ഥാനത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോഡി. നമുക്ക് നല്ല പോലെ വെയിലത്ത് വെച്ച് ഉണക്കണം കേട്ടോ. അങ്ങനത്തെ നമ്മൾ ഒരു ദിവസം മൊത്തം വെയിലത്ത് വെച്ച് ഉണക്കി കേട്ടോ. പാലക്കാട് ആയതുകൊണ്ട് നമ്മുടെ ചൂടിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് ഒരു ദിവസം തന്നെ നമുക്ക് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസമാണ് റീസെറ്റിന് ചെയ്യാൻ പറ്റിയത്. തലേ ദിവസം നമുക്ക് നേരെ ചെയ്യാൻ പറ്റിയില്ല.
അതിനുശേഷം നമ്മളിതാ പഴയ എങ്ങനെ നമ്മളത് ഊരിയോ അതുപോലെ നമ്മൾ അതേപോലെ റീസെറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഏതൊക്കെ എവിടത്തെ സ്ക്രൂ ആണ് എന്നൊക്കെ നമ്മൾ കറക്റ്റായി അഴിക്കുമ്പോൾ തന്നെ ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ബാക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അടിച്ചൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പഴയ പോലെ എല്ലാം അതുപോലെ റീസെറ്റ് ചെയ്യുക. സ്ക്രൂ ഒക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഏത് ഭാഗത്തു നിന്നാണോ എടുത്ത് അതുപോലെ നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കൊണ്ട് നമ്മൾ ഇരിക്കേണ്ട കേട്ടോ. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഇപ്പോൾ റീസെറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അതിൽ മോട്ടറൊക്കെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളത് പ്രോപ്പറായി ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് അതിൽ മോട്ടറിൽ വെള്ളം കയറിയിട്ട് കേട് വന്നെന്നാണ് എൻ്റെ ഒരു സംശയം. ഇനി എന്തായാലും നമ്മളത് ഇനി അതുണ്ടാവരുത് കൊണ്ട് നല്ല പ്രോപ്പറായിട്ട് കറക്റ്റായി മൂടിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പൈപ്പിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ശരിയാക്കാം. അപ്പോൾ ഞാൻ കുറേ നേരം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ ഇടാൻ പോവാണ്, വരുമോ ഇല്ലേന്നൊന്നും അറിയില്ല, ഒക്കെ പറിച്ചോൻ്റെ കയ്യിലാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും അറിയണേ ഇല്ല. ഇപ്പം നിറയും പറഞ്ഞിട്ട് ബക്കറ്റ് മാത്രം കാലിയാവുന്നുണ്ട്, അതൊന്നും അറിയില്ല കേട്ടോ. കുറേ നേരം അങ്ങനെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഭ്രാന്താവുന്നുണ്ട്. ഒഴിച്ച് അവസാനം നിറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് എന്തായാലും ഒന്ന് മോട്ടർ ഇട്ട് നോക്കണം. ശരിയാവില്ലെന്നറിയില്ല, ഒക്കെ അള്ളാൻ്റെ കയ്യിലാണ് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ മോട്ടറിൽ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പടച്ചോനെ കാത്തോളി എന്ന് പറഞ്ഞിട്ട് നമ്മളത് എന്തായാലും മോട്ടർ ഇടാൻ പോവുകയാണ്. ഇനിയൊക്കെ അള്ളാൻ്റെ കയ്യിലാണ് കേട്ടോ. എന്തായാലും മോട്ടർ ഇട്ടപ്പോൾ ഇതാ കിടക്കണം, ഇതാ അവസ്ഥ. എൻ്റെ പൊന്നു മക്കളെ പകച്ചു പോയിട്ടോ. ഞാനത് മോട്ടറിൽ വെള്ളം വരുന്നില്ല, പക്ഷെ ഞാൻ എൻ്റെ മനോധൈര്യം കൈവിട്ടു. വീണ്ടും ഇത് വെള്ളമൊക്കെ മൊത്തം കുത്തിക്കളഞ്ഞിട്ട് നമ്മൾ മുഴുവനായിട്ട് ആദ്യം മുതലേ ഒഴിച്ചു കേട്ടോ. നിറയെ മൊത്തം അങ്ങോട്ട് ഒഴിച്ചാണ്ട് കൊടുത്തു കേട്ടോ. ഇനി മോട്ടർ ഇടാൻ പോവാണ് പടച്ചോനെ എന്ന് വിചാരിച്ചപ്പോഴേക്കും പുഴ പോലെ വരുന്നു കേട്ടോ. നല്ല സന്തോഷമായി, മനസ്സങ്ങോട്ട് തണുത്തു. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്തു നോക്കണം. പെണ്ണിനെ കൊണ്ട് ഒന്നും ഈ ലോകത്ത് സാധിക്കാത്തില്ല. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ